വാർത്തകളിലേക്ക് വീണ്ടും. നിരോധിത സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇന്നും തുടരുകയാണ്. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് തൊട്ടു പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നടപടി സർക്കാർ ഊർജിതമാക്കിയത്. ഇന്ന് വൈകിട്ട് 5-നകം ജപ്തി പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം 100-ലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. അതിനിടെ 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളും ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത്തും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം മനുവിലേക്ക്. മനു, വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കുറ്റപത്രത്തിൽ NIA ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ തന്നെ PFIയെ എതിർക്കുന്നവർ, അതിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവരൊക്കെ ഉയർത്തുന്ന ഒരു വിമർശനം, അത് ഒരു അന്വേഷണ ഏജൻസി പറയുന്നു എന്ന വളരെ പ്രാധാന്യമാണ് ഇതിനുള്ളത്. എന്തൊക്കെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്? എന്തൊക്കെ തെളിവുകൾ ഇതിനാധാരമായി NIA നേടിയിട്ടുണ്ട്? ഈ വിഷയം കോടതിയുടെ മുന്നാകെ NIA വ്യക്തമാക്കിയത് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ്. അവിടെ യുവമോർച്ച നേതാവായ പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ അവിടെ പ്രത്യേക സംഘം ഈ കുറ്റപത്രം പ്രത്യേക കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ കുറ്റപത്രത്തിലാണ് PFI ഇത്തരത്തിൽ ഒരു ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതിന് അനുസൃതമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നതിനും കണ്ടെത്തുന്നതിനുമൊക്കെ വേണ്ടിയുള്ള പ്രത്യേക സേനയെ ഇവർ തയ്യാറാക്കിയിരിക്കുന്നു. കില്ലർ സ്ക്വാഡുകൾക്ക് രൂപം നൽകുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ടീമുകൾ ഈ ആളുകളെ കണ്ടെത്താനൊക്കെ ആയി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് NIAയുടെ വെളിപ്പെടുത്തൽ. കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 26-നാണ് ഈ യുവമോർച്ച നേതാവ് കൊല്ലപ്പെടുന്നത്. ആദ്യം അവിടെ ലോക്കൽ പോലീസും പിന്നീട് NIAയുമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് മുസ്തഫ എന്ന പേരുള്ള ഒരു നേതാവാണ് ഇത്തരം ഈ സർവീസ് ടീമുകളുടെ തലവനെന്നും ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് പ്രവീണിനെ വളരെ പരസ്യമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച് PFI കൊലപ്പെടുത്തിയത് എന്നും ഉള്ള വിവരമാണ് NIAയ്ക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. 20 പേരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ 6 പേർ ഇപ്പോഴും ഒളിവിലാണ്. മറ്റുള്ളവർക്കെതിരെയുള്ള വിചാരണയാണ് ഇനി തുടങ്ങേണ്ടത്. ഈ 6 പേരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെപ്പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും NIA പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അതിൻ്റെ ചാർജ് ഷീറ്റിന് വേണ്ടി കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ PFI ഇത്തരത്തിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ, ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ 2047 പദ്ധതിയിടുന്നു എന്ന വിവരം NIA ധരിപ്പിക്കുന്നത്. മനു, ഈ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള നീക്കം, അതിൻ്റെ ഭാഗമാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത്. അതിൻ്റെ ഭാഗമായി ആണ് എന്നുകൂടി കുറ്റപത്രത്തിൽ NIA ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. ഇതിൻ്റെ പ്രവർത്തനം, ഈ സർവീസ് ടീമിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ഈ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നത് വിശദീകരിക്കുന്നുണ്ട്. അതെ, സർവീസ് ടീമുകൾ PFI രൂപീകരിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ കണ്ടെത്താനും അവരെ തെരഞ്ഞുപിടിക്കാനും പിന്നെ അവരെവിടെയാണ് എന്നത് സ്ഥിരീകരിക്കാനുമാണ്. അവരുടെ യാത്രാമാർഗങ്ങളൊക്കെ നിർണ്ണയിക്കുക, പിന്നീട് അവരെ ആസൂത്രിതമായി കൊലപ്പെടുത്തുക എന്നതാണ് ഈ സർവീസ് ടീമുകൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള നീക്കം നേരത്തെയും നടന്നതായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കോടതികൾക്ക് മുൻപേ ഈ NIA ധരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സിമിയുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയിൽ വരുമ്പോഴും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറ്റാനുള്ള ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിക ഭരണം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് NIA നേരത്തെ തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. PFIയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാണ് NIAയ്ക്ക് അന്വേഷണത്തിൽ. PFIയുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളിൽ, കേരളത്തിലുള്ള കേസുകളിലൊക്കെ അവർക്ക് പ്രത്യേക ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ആളുകളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കുറ്റപത്രത്തിലും. അതെ, അതേപോലെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനും ആ ആളുകൾ എവിടെയുണ്ട്, അവർ എങ്ങനെ നീങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ആരുമൊക്കെ ബന്ധപ്പെടുന്നു, ഇത് കണ്ടെത്താനാണ് ഈ സ്പെഷ്യൽ ടീമുകളെ നിയമിക്കുകയും ഒപ്പം തന്നെ അവരെ വകവരുത്താനാണ് ഈ കില്ലർ സ്ക്വാഡുകളെ നിയമിക്കുകയും ചെയ്യുന്നത്.
ഇവിടെയും അങ്ങനെ ഈ ബാംഗ്ലൂരിൽ നടന്ന കൊലപാതകത്തിലും അത്തരത്തിലൊരു കില്ലർ സ്ക്വാഡാണ് ഇത് നടപ്പിലാക്കിയത് എന്ന നിഗമനത്തിലാണ് NIA എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, തുടരുക മനു. നമുക്കൊപ്പം ഡാനി പോൾ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ 100-ലധികം പേരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളാണ് ഉണ്ടായത്. കോടതി അന്ത്യശാസനം നൽകിയതിനു ശേഷമാണ് സർക്കാർ ആ രീതിയിലുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നിപ്പോൾ 5 മണിക്കകം ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. നാളെ ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. എങ്ങനെയാണ് ഈ റവന്യൂ റിക്കവറി നടപടികൾ ഇന്ന് പുനരാരംഭിച്ചിട്ടുള്ളത്? രേണുക, ഇതിൽ റവന്യൂ നടപടികൾ അത് ഇപ്പോഴും പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒരു യോഗവും ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോടതി ഇതിന്റെ ഒരു മൂല്യം കണക്കാക്കുന്നത് 5.5 കോടിയോളം രൂപയുടെ നഷ്ടമാണ് മിന്നൽ ഹർത്താൽ മൂലം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന വസ്തുക്കൾക്ക് അടക്കമുള്ള ഒരു നാശം നഷ്ടമായി കണക്കാക്കുന്നത്. ഇതിന്റെ തുകയാണ് ഈടാക്കി കോടതിക്ക് നൽകേണ്ടതും കോടതിയിൽ അത്തരം നടപടികളുമാണ് ബോധിപ്പിക്കേണ്ടതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശിച്ചിട്ടും 2 വട്ടം ഇതിന് ഒരു കാലതാമസം നേരിട്ടു. അന്ത്യശാസനം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ട് പോലും അതിലേക്ക് കാര്യമായ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടായില്ല. ഒടുവിൽ പൊടുന്നനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് തുടങ്ങുകയും പിന്നീട് റവന്യൂ വകുപ്പ് ഏകോപിപ്പിക്കുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതനുസരിച്ച് 100-ലധികം പേരുടെ മുൻ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളായ 100-ലധികം പേരുടെ വസ്തുവകകളാണ് ഈ രീതിയിലേക്ക് റവന്യൂ റിക്കവറിയിലേക്ക് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ വിശദാംശങ്ങളാണ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിന്റെ ഒരു ഏകോപനം ഇപ്പോൾ നടന്നു വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തുടർച്ചയായി ഈ ഒരു പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് 23-ന് തിങ്കളാഴ്ച ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിന്റെ ഒരു ഏകോപനം സംബന്ധിച്ച കാര്യങ്ങൾ, എത്ര തുക അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം TK രാജ്മോഹൻ, NIA മുൻ SP ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ 2 വാർത്തകളാണ്. ഒന്ന്, ബംഗളൂരു കേസുമായി ബന്ധപ്പെട്ട് NIA നൽകിയ കുറ്റപത്രം. അതിൽ ഇവിടെ 2047ഓടുകൂടി ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിന് ലക്ഷ്യമിട്ടിരുന്നു PFI. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഇവിടെ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇതിന്റെ ഭാഗമാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ അന്ത്യശാസനങ്ങളുടെ ഫലമായി സർക്കാർ റവന്യൂ റിക്കവറി നടപടി ഊർജിതമാക്കിയിരിക്കുന്നു എന്നതാണ്. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? NIAയുടെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് താങ്കൾ കരുതുന്നു? അല്ല, ഇപ്പൊ PFIക്കെതിരായിട്ട് ഈ ബാംഗ്ലൂരിൽ കൊടുത്ത കുറ്റപത്രം വളരെ എന്താ പറയേണ്ടത്, നമ്മുടെ വളരെ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷന്റെ മെനേജ്, അതിന്റെ ഒരു ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്തതിനു ശേഷം ഇവിടെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിലല്ല നമ്മുടെ ദേശത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ആ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് പല എവിഡൻസ് കളക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ചാർജ് ഷീറ്റ് പ്രകാരം PFIയുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്, നമ്മുടെ ദേശത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണണം, കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ PFI എത്തോളം വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ കേരളത്തിലാണ് ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി കൂടുതൽ. അപ്പൊ കേരള ബാംഗ്ലൂർ കണക്ഷൻ നമുക്ക് തീർച്ചയായും ഇതിൽ കാണാം. അതിന്റെ പശ്ചാത്തലത്താണ് നമ്മൾ പറയേണ്ടത്. കേരളത്തിലുള്ള ഈ ആക്ടിവിറ്റി, അവരുടെ ആക്ഷന്, അവരിങ്ങനെ സ്നാപ്പ് ഹർത്താൽ നടത്തി അതുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചു. അപ്പം അത് നമ്മുടെ കേരള ഹൈക്കോടതി വളരെ സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് പറഞ്ഞു. ഗവൺമെന്റ് അതിൽ ചെറിയൊരു അലംഭാവം കാട്ടി. ആ അലംഭാവം മാറ്റിയിട്ട് ഇപ്പോഴും ഫുൾ സ്വിംഗിലാണ് കേരള ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, നമുക്കറിയാം ശ്രീ രാജ്മോഹൻ സർ, ഇവിടെ എത്ര വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഓരോ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും അന്വേഷണ ഏജൻസികൾ നൽകുന്നതെന്ന്. കേരളത്തിൽ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കിയ ആളുകളെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്രമാത്രം ഗൗരവമേറിയ വിഷയങ്ങൾ PFIയുമായി നിൽക്കുമ്പോൾ പോലുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്രമാത്രം അലംഭാവം ഉണ്ടായത്. ഈ കോടതി നിർദ്ദേശം വന്നതിന് ശേഷവും ഏറ്റവും ഒടുവിൽ കോടതിക്ക് അന്ത്യശാസനം നൽകേണ്ടി വന്നു സർക്കാരിനെ കൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് പോകാൻ. അത് ഒരു കളങ്കമായി തന്നെ നിലനിൽക്കില്ലേ? അല്ല, അത് നമുക്കെല്ലാം നമുക്ക് അതിനെ പറ്റിയിട്ട് പൊതുവെ ഒരു അഭിപ്രായക്കേട്, സർക്കാരിന്റെ ഈ നടപടിയോട് ഈ പൊതുസമൂഹത്തിൽ പൊതുവെ അഭിപ്രായക്കേട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു അത്തരത്തിലല്ല ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നിയമത്തിനും നീതിയോടും വളരെ കണിശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു. കാരണം
ഇതിന്റെ PFIയുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നും PFI എങ്ങനെയാണ് സമൂഹത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും എത്ര ആശങ്കജനകമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതൊക്കെ ഗവൺമെന്റിന് അറിയാം. അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോഴും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വശീകരണം തന്നെ വളരെ വെരി ക്ലിയർ ആണ്. 5 കോടിയിൽ പരം 5.20 crores റുപ്പീസാണ് ഇപ്പോൾ അവൈലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം നാശനഷ്ടങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഹൈക്കോടതി പറഞ്ഞതിനെതിരായിട്ടുള്ള ഒരു ഹർത്താല്, ആ ഹർത്താൽ തന്നെ ദേശദ്രോഹപരമായ കാര്യങ്ങൾ നൽകുന്ന ഒരു ഹർത്താല്, ആ ഹർത്താൽ തന്നെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ നശിപ്പിക്കുക. അപ്പോൾ ഇതിനോട് ഗവൺമെന്റ് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആക്ഷൻ എടുക്കണമായിരുന്നു. എന്തുകൊണ്ടോ ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇന്നലെയും ഇന്നുമായി റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. ഇന്ന് 5 മണിക്കകം പൂർത്തിയാക്കാനാണ് നീക്കം. അപ്പോൾ 2 ദിവസത്തെ നടപടികളാണ് ഇതിനാവശ്യമായുള്ളത്. സെപ്റ്റംബർ 23 നടത്തിയ ഹർത്താൽ, 2 ദിവസത്തിന് ശേഷം കോടതി നടപടികൾ, അന്ന് തന്നെ കോടതി ഈ റവന്യൂ റിക്കവറിക്ക് ഉത്തരവിട്ടതാണ്. എത്രയോ മാസങ്ങളാണ് അത് നീട്ടിക്കൊണ്ടുപോയത്, മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ്. അത് വ്യക്തമാവുകയല്ലേ ഇന്നത്തെ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ സർക്കാർ തന്നെ പൂർത്തിയാക്കുന്നതിലൂടെ? അല്ല, നമ്മൾ അതിൽ കുറ്റം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു കുറ്റം നമ്മൾ പൊതുസമൂഹം പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ സർക്കാരിന്റെ ഏജൻസി നമുക്കറിയാം എത്രത്തോളം അലംഭാവത്തോടുകൂടിയാണ് സർക്കാർ ഏജൻസി വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ആ ഒരു സർക്കാരിസം ഉണ്ടല്ലോ, അത് ഒരു വളരെ പതിയെ പോകുക. പിന്നെ ഇതിന്റെ ഒരു നിർദ്ദേശം, അതായത് ഈ പോലീസ് ഫോഴ്സിനായാലും ശരി, റവന്യൂ ഡിപ്പാർട്ട്മെന്റിനായാലും ശരി, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ഏജൻസിക്കെതിരായ ശരി, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിർദ്ദേശം ഒരു പ്രോപ്പർ ഡയറക്ഷൻ കിട്ടണമായിരുന്നു. ആ ഒരു പ്രോപ്പർ ഡിറക്ഷൻ, കറക്റ്റ് ഡിറക്ഷൻ കിട്ടിയില്ല. ഇപ്പോഴേ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വീണ്ടും അതിൽ വളരെ കർശനമായി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ കർശനമായിട്ട് നിർദ്ദേശം വന്നു. അപ്പോഴെല്ലാ ഡിപ്പാർട്ട്മെന്റും സമയബന്ധിതമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. ആ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ഏതായാലും ഗവൺമെന്റ് അൾട്ടിമേറ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു, അത് നമ്മൾ അതും കൂടി കാണണം എന്നാണ് എനിക്ക് അഭിപ്രായം. തീർച്ചയായും നമ്മൾ ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ പോയാൽ, ഇവർ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ സെല്ലുകൾ എങ്ങനെയൊക്കെ രൂപീകരിച്ച് എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നടന്നത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ലക്ഷ്യം വെച്ച് നടന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരു സംഘടനയാണ്. നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ 2ാം നിര നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഏത് നിലയിൽ നിരോധനത്തിന് ശേഷം ഉണ്ടായി എന്നത് നമ്മൾ വീണ്ടും ഒരു സെർച്ച് നടന്നപ്പോൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ കൂടുതൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണണം എന്നതാണോ ഓരോ സാഹചര്യങ്ങളും ഓരോ അന്വേഷണ റിപ്പോർട്ടുകളും നൽകുന്ന സൂചന? കണിശമായും തീർച്ചയായിട്ടും. കാരണം ഓരോ അന്വേഷണം, ഓരോ കേസ് NIA ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിന് ത്രെഡ് ബെയറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് എവിഡൻസ് വന്നിരിക്കുകയാണ്. ആ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴാണ് ഭീതിജനകമായ പല വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇവിടെ ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ ചില ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നു, ചില സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പല ഇൻഫർമേഷൻസും പല കാര്യങ്ങളും പല എവിഡൻസുകളും പുറത്തു വരുമ്പോൾ വളരെ ഭീതി ഉണ്ടാക്കുന്ന സംഭവമാണ് ഓരോ കേസ് അന്വേഷണം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിൽ കേസ് അന്വേഷണം നടത്തിയിട്ട് അതിൽപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽപ്പെട്ട പ്രതികളെ പേരിൽ കൺവിഷൻ വാങ്ങിച്ചു കൊടുക്കുക, കൂടാതെ ഈ 2ാം നിര നേതാക്കന്മാരെ പേരിൽ നടപടിയെടുക്കുക. അങ്ങനെ നടപടിയെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് ബാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. പക്ഷെ ഈ ബാൻ കംപ്ലീറ്റ് ആക്കാൻ പോലീസ് ഫോഴ്സ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിലൊരു സോഷ്യൽ ഇമ്പാക്ട് തന്നെ വേണം. എല്ലാ ഭാഗത്തും, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും, ഈ നമ്മളെ നാട്ടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ നാട്ടിലത്തെ ഈ ദേശദ്രോഹപരമായ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരുപാട് പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെ കൂടി ആലോചിച്ച് അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിൽ മാത്രമേ നമുക്ക് ഈ മെനേഴ്സിനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺട്രോൾ ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പക്ഷെ പോലീസ് അതിന് മുൻപതിൽ നിന്നിട്ട്, അന്വേഷണ ഏജൻസി മുൻപതിൽ നിന്നിട്ട് കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അതിന്റെ ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഗവൺമെന്റും പൊതുസമൂഹവും എല്ലാം കൂടി ഈ സംവിധാനത്തിൽ, അതായത് PFIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെ കടിഞ്ഞാടാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും സാഹചര്യങ്ങൾ വിശദീകരിച്ചതിനും.